ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ F-16 വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന പ്രതികരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പാകിസ്ഥാൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന കരാറുണ്ട്. ആ കരാറിന്റെ ഭാഗമാണ് അമേരിക്കയിൽ നിന്ന് F-16 വാങ്ങിയത്. ഇന്ത്യക്കെതിരെ ഉപയോഗിക്കില്ല എന്ന കരാർ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ F-16 വെടിവെച്ചിട്ടു എന്ന ഇന്ത്യ അവകാശപ്പെടുന്ന കാര്യം ശരിയല്ല എന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അവർ എന്ത് ചെയ്തു, എന്തൊക്കെയാണ് അറ്റംപ്റ്റ് ചെയ്തത് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദമായ പ്രതികരണങ്ങൾ ആവശ്യമുണ്ട്. ഒപ്പം ഇന്ത്യ എന്തൊക്കെയാണ് നേടിയത് എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഇതിനോടകം വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും വരാം, ഒരുപക്ഷെ വൈകുന്നേരമാകാം. ഇന്നലെ വൈകുന്നേരം മുതൽ, ഇന്നലെ 8:30 മുതൽ നടന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച ഔദ്യോഗിക വിവരം നമുക്ക് ഇപ്പോൾ സേനയുടെ ഭാഗത്തു നിന്ന് വന്ന വാർത്താക്കുറിപ്പിനപ്പുറത്ത് ഇതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇപ്പോഴുമില്ല. എത്ര നാശനഷ്ടം ഓരോ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരമില്ല. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമം നടത്തി. അത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്തു. അതേസമയം ഈ നിയന്ത്രണ രേഖയിൽ കനത്ത ഷെല്ലിംഗ് ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. F-16 വിമാനങ്ങൾ ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല എന്നിപ്പോൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ഡൽഹിയിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സ്ഥിതിഗതികൾ സഗൗരവം നിരീക്ഷിക്കുകയാണ്, വിലയിരുത്തുകയാണ്, ആസൂത്രണം ചെയ്യുകയാണ്. പാക് പ്രകോപനം അതിനിടയിൽ നമ്മുടെ സേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ നമ്മൾ തിരിച്ചടിച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് വരുന്നത്. വരേണ്ടത് ശക്തമായ തിരിച്ചടി നൽകി എന്നത് പൊതുവിൽ വ്യക്തമാക്കുന്നുണ്ട് സർക്കാർ വിഭാഗങ്ങൾ. അംബാലയിൽ മുന്നറിയിപ്പ് സൈറൺ എന്ന പുതിയൊരു വിവരം വരികയാണ്. പി ബസന്ത് വിവരങ്ങൾ. രതീഷ, ചണ്ഡീഗഡിന് പുറമെ ഇപ്പോൾ അംബാലയിലും സമാനമായ തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഒരു എയർ സൈറൺ വാർണിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ തുടരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു എമർജൻസി എക്സസൈസ് ആയിട്ട് മാത്രമേ നമുക്കിതിനെ ഇപ്പോൾ കാണാൻ കഴിയുകയുള്ളൂ. പഞ്ചാബിലെ വിവിധ സ്ഥലങ്ങളിൽ എയർ സൈറൺ മുഴങ്ങി, അല്ലെങ്കിൽ അത് ഒരു തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മാത്രമാകാനാണ് സാധ്യത. ഇപ്പോൾ അംബാലയിലും ഇത് ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ ചണ്ഡീഗഡിലായിരുന്നു. ചണ്ഡീഗഡിൽ അല്പസമയം മുമ്പ് തന്നെ ആ മുന്നറിയിപ്പ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അംബാലയിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എയർ റെയ്ഡ് അല്ലെങ്കിൽ വ്യോമാക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നൽകുന്നത്. അതിൻ്റെ തുടർന്നിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാകാനാണ് സാധ്യത.